അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യം ബറക്കത്തും നൽകട്ടെ. രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കഴിയുന്നതിന് മുമ്പ് ഖൽബ് നിറച്ച്, കണ്ണ് നിറച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം സ്വഹാബത്ത് പറഞ്ഞതുപോലെ കഅന്ന ശംസു തദൂറു ഫീ വജ്ഹി, മുഖത്ത് നോക്കിയാൽ കണ്ണെടുക്കാൻ തോന്നില്ല, സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാണ് എന്ന് പറഞ്ഞ് കണ്ട് കൊതിതീരാത്ത സ്വഹാബത്ത് ആനന്ദിച്ച ആ പൂമുഖം അള്ളാഹു ഒന്ന് കാണാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പോരിശയാക്കപ്പെട്ട പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒന്ന് മനസ്സ് കൊടുത്താൽ ഈ പകലിൽ തന്നെ, ഇന്ന് മഗ്‌രിബിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങി സ്വർഗം വാങ്ങി നമുക്ക് പോകാൻ പറ്റും. മാത്രമല്ല, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പുണ്യനബിയെ കാണാൻ വിശ്വാസിയുടെ ഇച്ചിരി ഈമാൻ കൽബിലുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടാകും. ഉണ്ടെങ്കിലേ കൽബിൽ ഈമാൻ ഉണ്ടാകൂ. ആഗ്രഹമുണ്ടെങ്കിൽ, പുണ്യനബിയെ കാണാനുള്ള ആഗ്രഹം ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന, പാടിക്കൊണ്ടിരുന്ന, ചിന്തിച്ചുകൊണ്ടിരുന്ന മുസ്ലിമീങ്ങളായതുപോലും അവിടുത്തെ പരിശുദ്ധമായ സ്ഥാനം നമ്മൾ ഏറ്റുപറഞ്ഞ് സമ്മതിച്ചതുകൊണ്ടാണ്. അവിടുന്ന് വലിയ ആളാണ്, അള്ളാഹിൻ്റെ റസൂലാണ് എന്ന കേവല പറച്ചിലല്ല, ശഹാദത്താണ്. ഞാനതിന് സാക്ഷിയാണ്, കണ്ടു പറയുന്നത് പോലെയാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. അവിടുത്തെ കാണാനുള്ള ആഗ്രഹം എത്ര വലുതായിരിക്കും അല്ലേ? ആ ആഗ്രഹത്തിന് ഒരു സഫലീകരണം, ആ ആഗ്രഹം ഇനി പൂവണിയാൻ പോവാണ്. ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്. ഇത് കൽബ് കൊണ്ട് ഏറ്റെടുക്കണം. ചുമ്മാ കാതുകൊണ്ട് ഏറ്റെടുത്താൽ പോരാ, കൽബ് കൊണ്ട് ഏൽക്കണം നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വലാത്തുമായി പ്രത്യേകിച്ച് എൻഗേജഡ് ആകേണ്ട ഒരു ദിവസം കൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ മഹാനായ ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്നും ഹയാത്തുള്ള 4 അമ്പിയാക്കളിൽ വളരെ പ്രഗത്ഭനായ, അള്ളാഹുവിൻ്റെ വളരെ അബ്ദാലുകളുള്ള ലീഡറായ മഹാനായ നബിയാണ് ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പ്രസന്റ് ചെയ്യുന്ന ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ഇമാം ഷാറാനി തങ്ങൾ ഈ ഹദീസ്, ഈ ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഈ പരിശുദ്ധമായ കെലിമത്ത് സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ കെലിമത്ത് എന്ന് പറയുന്നത് വെറും 14 ഹർഫുകൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ശ്രദ്ധിക്കണം, 14 അക്ഷരം മാത്രമുള്ള ഒരു ചെറിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്ത് ഏറ്റെടുക്കുമ്പോൾ മഹാനായ ഷാറാനി തങ്ങൾ പറയുന്നത് പോലെ ഏത് മനുഷ്യർക്കും പതിവാക്കാൻ പറ്റുന്ന കൊച്ചു സ്വലാത്ത്. ഞാൻ പറഞ്ഞില്ല, 14 അക്ഷരമുള്ള സ്വലാത്താണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ 70 റഹ്മത്തിൻ്റെ ബാബുകൾ, വാതിലുകൾ മഫ്തൂഹാവും. 70 റഹ്മത്തിൻ്റെ വാതിൽ നമുക്ക് നേരെ തുറക്കും. അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് കിട്ടിയാൽ മതി, ഈ ലോകവും പരലോകവും ഖബറും സലാമത്താവും. ആലോചിച്ച് നോക്കി. അങ്ങനെ 70 റഹ്മത്ത് കിട്ടുന്ന പരിശുദ്ധമായ കലിമത്താണ് ഈ 14 വാക്കുള്ള കലിമത്ത്. കേട്ടില്ലേ? ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ്, ജനഹൃദയങ്ങളിൽ നമ്മളോട് സ്നേഹം ഉണ്ടാവും. അത് വല്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം നമ്മൾ പ്രത്യേകിച്ച് തേടേണ്ട, ആഗ്രഹിക്കേണ്ട, കൊതിക്കുന്ന സ്നേഹമുണ്ട്. നമ്മുടെ ഭാര്യയുടെ സ്നേഹം, നമ്മുടെ ഭർത്താവിൻ്റെ സ്നേഹം, മക്കളുടെ സ്നേഹം, മാതാപിതാക്കളുടെ സ്നേഹം, കുടുംബക്കാർ, അയൽവാസികൾ, അവരുടെയൊക്കെ മഹബത്ത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. മുഅ്മിനീങ്ങളുടെ മഹബത്ത്, ഈമാനുള്ളവരുടെ ഇഷ്ടം നമ്മളോട് വലിയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ 14 അക്ഷരമുള്ള ഈ കലിമത്ത് പറയുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ. വലിയ സൗഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കൾക്കിടയിലുള്ള ചെറിയ അകൽച്ചകൾ, ചെറിയൊരു ഡിസോർഡർ ഉണ്ടാകുമല്ലോ, അതൊക്കെ തീർന്നു കിട്ടാൻ വലിയ പവറുള്ള പരിശുദ്ധ കലിമത്താണ് ഈ കലിമത്ത്. അതൊക്കെ മാറിപ്പോകും. ഭയങ്കര സ്നേഹം ഉണ്ടാവും. സ്നേഹിച്ച് വീർപ്പുമുട്ടിക്കും, അത്ര വലിയ സ്നേഹം ഉണ്ടാവും. മാത്രമല്ല, നമ്മളോട്
ഈ കലിമത്ത് ചൊല്ലുന്ന ഒരാളോട് ഒരാൾക്ക് വെറുപ്പുണ്ടെങ്കിൽ അയാൾക്ക് നിഫാഖുണ്ട്, കാപട്യം. മനസ്സിൽ ഈമാൻ യഥാർത്ഥത്തിൽ ഇല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊക്കെ ഇഷ്ടമുണ്ടാവും എന്നുകൂടെ മഹാന്മാരായ ഉലമാക്കൾ ഹദീസുകൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞിരുന്നു. അഞ്ചാമത്തെ ഒരു ബെനിഫിറ്റ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ അത്തരക്കാർ മരിക്കില്ല. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി വബിജാഹി സയ്യിദിനാ നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരാണ്. എന്താ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ബെനിഫിറ്റ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ മരിക്കില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ മരിക്കില്ല. അത്ര വലിയ ഭാഗ്യം കിട്ടുന്നവർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? 14 അക്ഷരങ്ങൾ മാത്രമുള്ള കുഞ്ഞു സ്വലാത്ത് കലിമത്ത് അത് ചൊല്ലുന്നവരാണ്, പതിവാക്കുന്നവരാണ്. എണ്ണം പറയുന്നില്ല, എത്ര എണ്ണം ചൊല്ലാം. ഒരു ദിവസത്തിൽ ഒരെണ്ണെങ്കിലും അത് ചൊല്ലാത്തതുണ്ടാവില്ല. നിസ്കാരമുണ്ടെങ്കിൽ, നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് ബേസിക് നിസ്കാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വലാത്ത് നിസ്കാര ശേഷം ദുആ ദുആക്ക് ശേഷമൊക്കെ സ്വലാത്ത് ചൊല്ലും, ചൊല്ലാതിരിക്കില്ല. അരിഭക്ഷണം കഴിക്കുന്നവർ, ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒന്നുകൂടെ കയറി പറയാം. അരിഭക്ഷണം കഴിക്കുന്ന, നമ്മൾ സാധാരണ പലപ്പോഴും വീമ്പ് പറയാറുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലാകും, ഞങ്ങളൊക്കെ അരിഭക്ഷണം കഴിക്കുന്നതെന്ന് പറയാറുണ്ടല്ലോ. അരിഭക്ഷണം കഴിക്കുന്ന ഏതൊരു മുസ്ലിമും ഈ സ്വലാത്ത് ഇല്ലാതെ പോവില്ല. കാരണം സ്വലാത്ത് സുന്നത്താണ്. അരിഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി മാത്രമല്ല, സ്വലാത്ത് സുന്നത്താണ്. ഒക്കെ മനസ്സിലാക്കണം. അരിഭക്ഷണം, ഏതരിഭക്ഷണം എങ്ങനെ ഏതെല്ലാം രീതിയിൽ നമ്മൾ കഴിച്ചാലും, കോലത്തിൽ കഴിച്ചാലും അതിൻ്റെ ശക്കുല് രൂപമൊന്നും വിഷയമല്ല. അരിഭക്ഷണമാണെങ്കിൽ, അത് ഏതൊരു അരിഭക്ഷണമാണെങ്കിലും അവിടെ സ്വലാത്ത് സുന്നത്താണ്, ബിസ്മി മാത്രം പോരാ. അവിടെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കലിമത്ത് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ മരിക്കൂല, അത്രയേറെ ഭാഗ്യമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ശാമിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു. കിതാബിൽ കാണാം. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉപ്പ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുപാട് പ്രായം ചെന്ന ഉപ്പയാണ്, അവിടത്തിനെ കാണാൻ വല്ലാത്ത കൊതിയാണ്, ഒരു നിർവാഹമില്ല, കണ്ണിന് കാഴ്ചയില്ല, വലിയ പ്രായാധിക്യം, വാർദ്ധക്യത്തിൻ്റെ സഹജമായ രോഗത്തിൽ വലിയ വിഷമത്തിലാണ്, കാണാൻ വലിയ പൂതിയുണ്ട്, എന്തെങ്കിലും മാർഗമുണ്ടോ നബിയെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ആ വിഷയം ധരിപ്പിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 14 അക്ഷരമുള്ള ഈ കലിമത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഈ സ്വലാത്ത്. ആ സ്വലാത്ത് പോയിട്ട് 7 ദിവസം മുടങ്ങാതെ ചൊല്ലാൻ പറഞ്ഞു. എണ്ണം പറഞ്ഞില്ല, 1 ചൊല്ല, 10 ചൊല്ല, 100 ചൊല്ല, 1000 ചൊല്ല, 1,00,000 ചൊല്ല, എത്രയും ചൊല്ല, ചെറിയ വാക്കാണല്ലോ. ആ സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കാണാനും പറ്റും, എന്നിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയോട് പോയി, ഷാമിൽ പോയി ഉപ്പയോട് വിവരം പറഞ്ഞു. ഉപ്പ 7 ദിവസം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കണ്ണ് നിറച്ച് കണ്ടു. കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റി, ഹദീസ് ഉദ്ധരിക്കാൻ പറ്റി എന്നൊക്കെ ഇമാമുകൾ ചർച്ച ചെയ്തിട്ടുള്ള കിതാബിലെ ഹദീസുകളിൽ കാണാൻ പറ്റുന്ന പ്രഗത്ഭമായ കലിമത്താണ് ഈ ഒരു കൊച്ചു കലിമത്ത്. ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കലിമത്ത് ഏതാണ്, മനസ്സിലാക്കാതിരിക്കില്ല. ആ കലിമത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ സ്വലാത്ത്, അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന, അവിടുത്തെ മുബാറക്കായ നബുവത്തിൻ്റെ നാവിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്തും കൂടെയാണ്. ഏതാണ് സ്വലാത്ത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇതാണ് ആ സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ കഷണം അതെൻ്റെ ഭയങ്കര പവറാണ്. അതിൻ്റെ കൂടെ രണ്ടാമത്തെ കഷണം കൂടെ ആക്കുമ്പോൾ ഹദീസുകൾ മൊത്തം കവർ ചെയ്തിട്ട് കൂലികളെല്ലാം കിട്ടുന്ന സലാമും കൂടെ കയറി വരും. മറ്റേ കഷണോടെ ചേർക്കുകയാണെങ്കിൽ നൂറിനലാ നൂർ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വലാത്തും സലാമും വന്നു. ഇനി ഈ പരിശുദ്ധമായ കലിമത്തോടു കൂടെ സ്വലാത്തും സലാമും വരണം. 4 സ്വഹാബത്ത്, കുടുംബക്കാരുടെ മേലെ സ്വലാത്തും വരണം. അപ്പോൾ സ്വലാത്തിൻ്റെ 100 മാർക്ക്, ഏറ്റവും പവറുള്ള സ്വലാത്തായി ഈ സ്വലാത്ത് മാറും. അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നറിയോ? സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം, അങ്ങനെ വരും. അപ്പോൾ എല്ലാമായി, ഒന്നും പോകാനില്ല. ഇതുമായി ഈ നമ്മുടെ മാസ്റ്റർ പീസായി നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ആ സ്വലാത്തുമായി. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധമായ 14 ഹർഫുകൾ മാത്രമുള്ള ഈ സ്വലാത്തിനെ കലിമത്തിനെന്ന് പരിഗണിച്ചു കൊടുക്കുക. അതോടൊപ്പം എല്ലാ കൂലിയും കിട്ടാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം ഉണ്ടോ?
ഞങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും കൊടുക്കണം, ആല് സ്വഹാബത്തിനും കൊടുക്കണം റബ്ബേ എന്ന്. അത്ര മനോഹരമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് അതിന് ഏറ്റവും ഫലം ചെയ്യുന്നതാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം മഹത്തുക്കളായ ഇമാമുകൾ, ഇമാം സുയൂത്ത് തങ്ങളെപ്പോലുള്ള മഹാന്മാർ പല കിതാബിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഏത് സാധാരണ ഔലിയാക്കളും തങ്ങന്മാരും സൂഫികളും ആകണ്ട, ഉസ്താദുമാരാകണ്ട, ഏത് സാധാരണക്കാർ, ലോ ക്ലാസ് പാർട്ടിയായി ജനങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ പോലും പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് സ്വലാത്തിൽ എൻഗേജഡ് ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റും. സ്വപ്നത്തിൽ കണ്ടാൽ നേരിട്ട് ലൈവായിട്ട് കാണുമെന്ന കാര്യം ഉറപ്പാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്, സാധാരണക്കാർ മിനിമം നേരിട്ട് ജീവിതത്തിൽ പലപ്പോഴും കാണും, കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണും, സ്വപ്നത്തിൽ കണ്ടാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. അപ്പോൾ ഇത് സത്യമാകണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഹലർമൗത്ത്, മരിക്കുന്നതിൻ്റെ ആ മൊമെൻ്റ് ഉണ്ടല്ലോ, മരണാസന്നാകുന്ന ഘട്ടം, ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രസൻ്റാകും, നമ്മുടെ മുന്നിൽ വരും. ലൈവായിട്ട് കണ്ടുകൊണ്ടല്ലാതെ മരിക്കൂല. സ്വപ്നത്തിൽ കണ്ടാൽ കാണാൻ എന്താ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ഈ പരിശുദ്ധമായ സ്വലാത്ത്. അപ്പോൾ സ്വല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. ഞാൻ പറയുന്നത് കൂലി ഒട്ടും പോകാതിരിക്കാനാണ് ഇങ്ങനെ കവർ ചെയ്ത് പറയുന്നത്. അതങ്ങോട്ട് സ്വീകരിച്ചാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായി. പറഞ്ഞല്ലോ നമ്മൾ, പ്രിയപ്പെട്ടവരെ, കൊച്ചു സ്വലാത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 70 കവാടങ്ങൾ തുറക്കും. സ്നേഹം കിട്ടേണ്ടവർ സ്നേഹം കിട്ടും. നമ്മളോട് വെറുപ്പ്, മുനാഫിക്കുകൾ, നിഫാക്കുള്ളവരെ മാത്രമേ വെച്ച് പ്രകടിപ്പിക്കൂ, കാണാതെ വരിക്കൂല. മനസ്സിലായല്ലോ? അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച അസ്ർ നിസ്കാരം കഴിയുമ്പോൾ, അസ്ർ കഴിഞ്ഞിട്ട് മഗ്‌രിബിന് മുമ്പായി അല്ലെങ്കിൽ അസ്ർ മഗ്‌രിബിൻ്റെ ഇടയിൽ ഖൽബ് തുറന്ന് പ്രത്യേകം എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം. ഈ മാസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൻ്റെ മാസമാണ്, മീലാദുൻ നബിയാണ് ഈ മാസം, റബീഉൽ അവ്വൽ. ഈ വെള്ളിയാഴ്ചയോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം നടന്ന മാസമാണ്, ആദം നബിയെ പടച്ച മാസമാണ്. ഈ ദിവസമോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച അവിടുത്തെ ജനനം നടന്ന ദിവസമാണ്. ഈ ദിവസം വെള്ളിയാഴ്ച, അത് അസ്ർ കഴിഞ്ഞ നേരത്താണ്. അവിടെ പ്രത്യേകം ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പോൾ ഇന്ന് അസ്ർ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പഠിച്ച സ്വലാത്തുണ്ടല്ലോ, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം, ഒരു 10 വട്ടം, കൂടുതലൊന്നും പറയുന്നില്ല, ഒരു 10 വട്ടം, കഴിയുമെങ്കിൽ 100 വട്ടം ചൊല്ലിയിട്ട് അങ്ങോട്ട് ദ്വാരുന്നോ പ്രിയപ്പെട്ടവരെ. എനിക്ക് കാണണം അല്ലാ, ഇന്ന് കാണണം, നാളെ പറ്റൂല, ഇന്ന് കാണണം. മനസ്സിൽ ഉറപ്പിച്ചങ്ങോട്ട് പറയണം. അള്ളാഹു അവസരം തരും, അള്ളാഹു തരട്ടെ. സ്വലാത്ത് ചലഞ്ചിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഭാഗമാക്കാകണം. ഇനിയും സ്വലാത്ത് ആഡ് ചെയ്യാനുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയി സ്വലാത്തിൻ്റെ എണ്ണം അടയാളപ്പെടുത്താനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ട് അവിടെ സ്വലാത്തിൻ്റെ എണ്ണം പ്രത്യേകം തെറ്റാതെ രേഖപ്പെടുത്തണം. അൽഹംദുലില്ലാഹ് നമുക്ക് ഈ സ്വലാത്ത് ചലഞ്ച് ഒരു വലിയ ബെനിഫിറ്റുള്ള നമ്മുടെ അൻവാർ എഫ്എസിൻ്റെ കുടുംബത്തിന് നാളെ ഖിയാമത്ത് നാൾ അഭിമാനം പറയാൻ പറ്റുന്ന നല്ലൊരു അമലാകണം. എല്ലാവരും ചേരണം. അള്ളാഹു സഹായിക്കട്ടെ. ചൊല്ലിയവർക്കും ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്കും ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله